To Dr. Rajeshwari to moderate our Malayalam session tonight. Thank you, Dr. Nanesh. നമസ്കാരം. ഇന്ന് IFPHന്റെ സൂം പ്ലാറ്റ്ഫോമിൽ തുടർച്ചയായി നടക്കുന്ന 1326ാമത്തെ സെഷനാണ്. ആദ്യമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ഡോക്ടർക്കും തുടർന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും പറയുന്ന വിവരങ്ങളും അറിവുകളും എല്ലാം നന്മയായിട്ട് വരട്ടെന്നും ഐശ്വര്യമായിട്ട് വരട്ടെന്നുള്ള ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ അതിഥി ഡോക്ടർ VK ദേവരാജാണ്. അപ്പം ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ധനേഷ് ഡോക്ടർ എന്നോട് മോഡറേറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അന്ന് പല അസൗകര്യങ്ങൾ കാരണം എന്നെ സാധിച്ചില്ല. പക്ഷെ ഇന്നലെ ഡോക്ടർ ദേവരാജാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് അത് ഞാൻ തന്നെ ധനേഷ് ഡോക്ടറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ഞാൻ മോഡറേറ്റ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന് ഞെട്ടിക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഇങ്ങനെ രണ്ടുപേരും രണ്ടിടത്താണ് ഇരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ ഞെട്ടിക്കാണോന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ കൂടുതൽ കാര്യങ്ങളുണ്ടല്ലോ. 23 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ദേവൻ ഡോക്ടറെ കാത്ത് പേഷ്യൻസ് ഇരിക്കുകയായിരുന്നു. കാരണം നേരത്തെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ, ചേച്ചി, അവരുടെ എല്ലാം പേഷ്യൻസ് തുടർച്ചയായിട്ട് തന്നെ ദേവൻ ഡോക്ടറെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ധാരാളം പേഷ്യൻസ്, കൂടുതലും അന്നൊക്കെ നമുക്കറിയാവുന്നത് പോലെ അക്യൂട്ട് കേസുകളായിരുന്നു കൂടുതൽ. ഇപ്പോഴും അക്യൂട്ട് കേസുകൾ കുറച്ചൊരു കുറവുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അങ്ങനെയുള്ള ചില കേസുകളൊക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കൂടുതലും ക്രോണിക് കേസുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ക്ലാസ്സിൽ അതായത് പഠിക്കുമ്പോൾ നല്ലപോലെ പഠിച്ചിരുന്നെങ്കിലും ഒരു ഗ്യാപ്പിന് ശേഷമാണ് എനിക്ക് എക്സാം 9 വർഷം കഴിഞ്ഞു. അപ്പൊ അന്ന് സബ്ജക്റ്റീവ് ടൈപ്പില് എക്സാം എഴുതിയ ലാസ്റ്റ് ബാച്ച് ഞങ്ങൾ ഉൾപ്പെടുന്ന ബാച്ചാണെന്ന് തോന്നുന്നു. അന്നൊരു 30 മാർക്കിന്റെ ഓർഗനോൺ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം അത്രയും വലിയ മാർക്കോട് കൂടിയൊക്കെ BHMS പാസ്സായെങ്കിലും ഓർഗനോൺ ആ ഒരു 30 മാർക്കിന്റെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ ക്ലാസ് എടുപ്പിലൂടെ തന്നെയാണ്. ഞാനെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയാണ് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റിയതും. അതുകൊണ്ട് തന്നെ നല്ല റാങ്ക് എനിക്ക് നീണ്ട ഒരു 10 വർഷത്തിന് ശേഷം എക്സാം എഴുതിയെങ്കിലും BSc എക്സാം എഴുതിയെങ്കിലും ഉയർന്ന റാങ്കോട് കൂടി ഫസ്റ്റ് റാങ്ക് അല്ല ആദ്യത്തെ സ്ലോട്ടിൽ തന്നെ ഫസ്റ്റ് റാങ്കിനോടൊപ്പം തന്നെ സർവീസിൽ കയറുവാൻ സാധിച്ചു. പിന്നെ ഒരുപാട് സമയം എനിക്ക് ഡോക്ടർ ദേവരാജന്റെ കൂടെ ഇരുന്ന് കേസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ജോലിക്ക് പോകുന്നതിന്റെ തിരക്കും. പിന്നെ ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും ചില കേസുകളിലൊക്കെ എനിക്കത് അദ്ദേഹം ക്ലാസ് കേസ് എടുക്കുന്ന ആ ഒരു ബ്യൂട്ടി, അത് ഞാൻ ഫസ്റ്റ്, അതായത് ഇന്നത്തെ വിഷയത്തിന്റെ ഒന്നാം ഭാഗം, ഒന്നാം ഭാഗത്തിൽ ഞാൻ അത് പറഞ്ഞു. ആ ഒരു ബ്യൂട്ടി ഞാൻ കണ്ടിട്ടുള്ളതാണ്. ബ്യൂട്ടി ഓഫ് ഹോമിയോപ്പതി അല്ലെങ്കിൽ ആ ഒരു കേസ് ടേക്കിംഗ് എന്നുള്ളത് ഒരു പ്രത്യേക മെത്തേഡാണ്. ചില പേഷ്യൻസ് വിചാരിക്കും വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ജ്യോത്സ്യം അറിയാമോ എന്നുള്ളത്. അപ്പൊ ആ ഒരു ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മെത്തേഡും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ അത് നമുക്കിന്ന് കേൾക്കാം. പിന്നെ ആദ്യത്തെ ക്ലാസ്സിലും ദേവൻ ഡോക്ടർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ക്ലാസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കയറാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ഇതിൽ ഞാൻ ശ്രീധരക്കുറുപ്പിന്റെ ക്ലാസ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി. വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു പക്ഷേ ഈ ഒരു 3-ാം ഭാഗം ആവർത്തന വിരസതയായിട്ട് ചിലപ്പം തോന്നിയേക്കാം. പക്ഷെ ഒരു പോയിന്റ്സും ചെറുതുമല്ല. ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ സിന തന്നെ നമ്മളിപ്പോ വീണ്ടും വായിക്കുകയാണെങ്കിലും അപ്പോഴും നമുക്ക് പോയിന്റ്സ് കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയും വളരെ സ്നേഹത്തോടെ ആദരവോടെയും ഡോക്ടർ ദേവരാജിനെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കാം. എന്തായാലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ജീവിതം തന്നെ മോഡറേറ്റ് ചെയ്തൊരു പരുവമായിരിക്കുകയാണ്. സൂമിലും മോഡറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത്
വിധിയെ തടക്കാൻ പറ്റത്തില്ല എന്ന് അവരവർക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോ കഴിഞ്ഞ ദിവസം കുറുപ്പ് സാറിന്റെ ക്ലാസ് ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എടുത്തതെന്ന് കേട്ടു. പിന്നെ ഇന്ന് പറയുന്നതൊക്കെ ആവർത്തനം ആവാതിരിക്കാനായിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേസ് ടേക്കിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ അനുഭവ പരിചയങ്ങളും കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ എന്ത് പറയണം എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. ഇപ്പോ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ആ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കേസ് എടുത്തു പോകണം. നമ്മൾ ആദ്യം അങ്ങനെ തന്നെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഈ വളയമില്ലാതെ ചാടുന്നത്. ആദ്യം വളയത്തിൽ കൂടി പലതവണ ചാടിയതിനു ശേഷമാണ് നമ്മൾ വളയമില്ലാതെ ചാടുന്നത്. അപ്പോ ഈ കേസ് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹോമിയോപ്പതി സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറയുന്നത് പോലെ കേസ് ടേക്കിംഗ് ആർട്ട് ആൻഡ് സയൻസ് ആണ്. അതില് ഹോമിയോപ്പതിയിൽ ശാസ്ത്രം രണ്ടാമതാണ് ആർട്ട് വരുന്നതെങ്കിൽ കേസ് ടേക്കിങ്ങിൽ ആർട്ടാണ് ആദ്യം. കാരണം അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേസ് എടുക്കുക. ഇപ്പൊ നമ്മൾക്ക് ശങ്കറിന്റെ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ മെത്തേഡ് ഉണ്ട്, വിദർഭോസിന്റെ മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ പ്രഡിക്റ്റീവ്, ഇങ്ങനെ പല മെത്തേഡുകളും. ഇതൊന്നും എനിക്ക് എന്റേതായ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ കൊള്ളാവുന്നതൊക്കെ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിയാവുന്നത്ര എല്ലാം എടുക്കാൻ നമുക്ക് കഴിയാറില്ല, കാരണം എല്ലാം ഒന്നും വായിച്ചെത്താൻ പറ്റാറില്ല. കഴിയാവുന്നത്ര കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഇവിടെ പലപ്പോഴും ഞാൻ ചില വിഷയങ്ങളിൽ വളരെ ഒരു എന്റെ അഭിപ്രായം വളരെ തുറന്നു പറയുന്നത്, അത് മറ്റാർക്കും അത് തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ എല്ലാവർക്കും നല്ല പ്രാക്ടീസ് കിട്ടുകയാണെങ്കിൽ ഹോമിയോപ്പതി വളരുമ്പോ പൊതുവായിട്ട് സമൂഹത്തിനും നമ്മൾക്ക് എല്ലാവർക്കും ഗുണമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചില ഇതുള്ളപ്പോൾ അത് പറയാതിരുന്നുകൂടെ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പലരും. പ്രത്യേകിച്ച് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനത് ഞാനും കുറെയൊക്കെ ഞാനും മാറി ചിലതൊക്കെ ഇപ്പൊ പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പൊ ചികിത്സയില് ഞാൻ ഈ കല എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റും. കേസ് ടേക്കിംഗ് ഒരു കലയാണ്. എന്നാലും അതിന്റെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ഒരു ബ്രഷ് എടുത്ത് ഒരു ലൈൻ വരച്ചാൽ പോലും അതിനൊരു പ്രത്യേക മിഴിവ്. അതുപോലെയാണ്. അപ്പൊ അത്രയും മിഴിവുണ്ടെന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. ഞാൻ പറയുന്നത് അത് മറ്റൊരാളെ പക്ഷെ അതിനൊരു അത് ഏത് ഇതിനും ആർട്ടിനും ഒരു സയൻസ് അതിന്റെ ബിഹൈൻഡിൽ ഉള്ളതുപോലെ നമ്മുടെ കേസ് ടേക്കിങ്ങിനും തീർച്ചയായിട്ടും ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് അതിപ്പോ ഹാനിമാൻ 99 ദ ഫോർസത്തിൽ പറയുന്നുണ്ട്, അക്യൂട്ട് കേസ് എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ലക്ഷണങ്ങളൊന്നും ചോദിക്കണ്ട എന്ന് പറയുന്നു. ചോദിക്കരുതെന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം എന്താണ്, അത് ആ രോഗിയുടെയും അറ്റൻഡന്റിന്റെയും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിന്റെയും ഒക്കെ മനസ്സിൽ അത് വളരെ നോവലും ഫ്രഷുമാണ്. അപ്പൊ അതുകൊണ്ട് അവരോട് അധികം കാര്യങ്ങൾ ചോദിച്ച് പോകേണ്ട കാര്യമില്ല. ഒരു 3-4 ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾക്ക് മെഡിസിനിലേക്ക് എത്താൻ കഴിയണം. എന്നാൽ അതൊരു ഇത് എന്ന് വെച്ച് ചിലപ്പോൾ ഒരു കേസ് എടുക്കേണ്ട ഇതാണെങ്കിൽ, അക്യൂട്ട് ആണെങ്കിൽ കേസ് എടുക്കേണ്ട എന്നൊന്നും അല്ല ഈ പറയുന്നത്. ഇത് ഒരു ജനറൽ റൂൾ ആയിട്ടുള്ള ഞാൻ ഇവിടെ ഈ പറയുന്നതും എന്റെ രീതിയാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം, അത് നിങ്ങളുടെ ഇഷ്ടം. കാരണം ഈ രീതി മാത്രമല്ല എന്നുള്ള അഭിപ്രായത്തിലോ അല്ലെങ്കിൽ ഈ രീതി മാത്രം ശരിയാണ് എന്നുള്ള രീതിയിലല്ല. പലപ്പോഴും മെഡിസിൻ കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒന്നിലധികം മെഡിസിൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ എനിക്ക് എന്റേതായ ന്യായങ്ങളുണ്ട്. ഹനുമാൻ ഹെപ്പാർ സൾഫ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെപ്പാർ സൾഫ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഷെല്ലിന്റെ, അതായത് കക്കയുടെ ഇന്നർ പാർട്ട് എടുത്ത് സൾഫറും കൂടി ഒരുമിച്ചിട്ട് സൾഫറും അതുകൊണ്ടാണ് ഹെപ്പാർ സൾഫൂറിസ് ഓസ്ട്രേറിയം എന്ന് പറയുന്നത്. ഓസ്ട്രേറിയം എന്ന് പറയാം, കൽക്കേറിയ ഓസ്ട്രേറിയം നമുക്കറിയാം. അപ്പൊ കൽക്കേറിയക്കാർക്കും ഉണ്ട്, അതിനകത്ത് സൾഫറും ഉണ്ട്. ഹെപ്പാർ എന്നുള്ള പേര് നമുക്കറിയാം, ലിവർ എന്നുള്ളതിന്റെ അപരനാമമാണ്. അപ്പോ ലിവർ എന്നുള്ള അത് വരാൻ കാരണം ഈ സൾഫർ ഇതിന് ഒരു ലിവറിന്റെ കളറുമായിട്ട് സൾഫറിന്റെ ചില സംയുക്തങ്ങൾക്ക് സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിനൊരു പേര് വന്നിരിക്കുന്നത്. എന്തായാലും അത് പ്രിപ്പയർ ചെയ്യുന്ന ഒറ്റ മെഡിസിൻ അല്ല,
ഒറ്റ മിനറൽ അല്ല, 2 മിനറൽ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഹനുമാൻ കപ്പാർ സൾഫർ ഉണ്ടാക്കിയത്. ഹനുമാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോഴുള്ള കൽക്കേറിയ സിലിക്കയോ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള കൽക്കേറിയ ഹൈപ്പോഫോസോ ഇപ്പോ പുതുതായിട്ടൊക്കെ വന്നത് ഹനുമാൻ ചെയ്തതല്ല എന്ന് നമ്മൾക്ക് വേണേ പറയാം. പക്ഷെ ഹനുമാൻ അന്ന് ചെയ്തിട്ടുണ്ട്. 2 സാധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഹനുമാൻ കപ്പാർ സൾഫർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചൂടാക്കിയാണ് കപ്പാർ സൾഫർ ഉണ്ടാക്കിയത്. ഇത് നിങ്ങൾ സ്വീകരിക്കണ്ട. ഇപ്പൊ നിങ്ങളിത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റ മെഡിസിനിലേക്കും സിംഗിൾ മെഡിസിനിലേക്കും ഒക്കെ നിങ്ങൾ എത്തി ഒരു കേസ് ടേക്കിങ്ങിന്റെ എയിം എന്താണ്, അതിന് ഗോൾ എന്താണ്? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എബിലിറ്റി കാണിക്കാനോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ മേന്മ കാണിക്കാനോ അതല്ലെങ്കിൽ ഈ ഹോമിയോപ്പതി ഇത്തരം വ്യക്തിപരമായ ലക്ഷണങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നു, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ല എന്നുള്ളത് കാണിക്കാനൊന്നുമല്ല. കേസ് ടേക്കിങ്ങിന്റെ ഏറ്റവും അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ക്യൂറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിഷ്യൻ ഹൈ ആൻഡ് ഒള്ളി മിഷൻ എന്ന് പറയുന്നത്, ഹൈ ആൻഡ് ഒള്ളി എന്ന് എടുത്തു പറയുന്നത് മറ്റൊരു ഒള്ളി എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ക്യൂറിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ് കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യന്റ് ചിലപ്പോൾ ഒരു വാക്ക് മതിയാകും ചിലപ്പോൾ മെഡിസിനിലേക്ക് എത്താം. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഈ പീരിയോഡ്സിറ്റി എന്ന് വെച്ചാൽ ക്ലോക്ക് ലൈക്ക് പീരിയോഡ്സിറ്റിക്ക് നമുക്ക് സെഡ്രോൺ ഒരുപാട് മെഡിസിൻ ഉണ്ട്. പക്ഷെ അത് ന്യൂറാൾജിയ ക്ലോക്ക് ലൈക്ക് ആണെങ്കിൽ കാലിബയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും ഈ കൃത്യം ഒരേ സമയത്ത് തന്നെയാണ് എനിക്ക് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലൊന്നും അവിടെ ഒരുപാട് ഹിസ്റ്ററി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം അത് അങ്ങനെ ഒരു ഹിസ്റ്ററി എടുത്ത് പോകേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അവിടെ നമുക്ക് ആ ഒരൊറ്റ സിംറ്റത്തിൽ നിന്നും നമ്മൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. അതുപോലെ റെക്ടൽ പോക്കറ്റ്സ് അല്ലെങ്കിൽ റെക്ടോസീൽ എന്ന് പറയുമ്പോൾ പോളിഗോണം ആണ് പ്രധാന മെഡിസിൻ. അപ്പൊ അത് നമ്മൾക്ക് വേറെ മെഡിസിൻ ഇല്ല എന്നൊന്നും അല്ല പറയുന്നത്. അപ്പോ അത് നമ്മൾക്ക് അത് ചിന്തിച്ചിട്ട് അടുത്തതിലേക്ക് പോകാം. അതല്ല എപ്പോഴും ഇപ്പൊ ടിപ്സ് പറയുമ്പോൾ അതല്ല എല്ലാ കണ്ടീഷനിലും നമ്മൾ ഇപ്പോ അക്കോണേറ്റ് ഓഫ് ഐ എന്ന് പറയുന്നത് ആർണിക്ക ഓഫ് ഐ എന്ന് പറയുന്നത് അക്കോണേറ്റ് ആണ്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കണ്ണിനുണ്ടാകുന്ന മുറിവിന് ആർണിക്ക പോലെയാണ് അക്കോണേറ്റ്. കണ്ണിനുണ്ടാകുന്ന ഏതുതരം മുറിവ് എന്ന് വെച്ച് ഒരു ഷാർപ്പ് പോയിന്റഡ് ആയിട്ട് ഒരു നേഴ്സിനാണ് ഇഞ്ചുറി ഉണ്ടാക്കി നമ്മൾ ഹൈപ്പറിക്ക കൊടുക്കണം. ഇത് നമ്മൾ പഠിച്ചു വെക്കുന്നത് ആദ്യം വരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട മെഡിസിൻ അക്കോണേറ്റ് തന്നെയാണ്. അത് ആഫ്റ്റർ സർജറി കഴിഞ്ഞാണെങ്കിലും എന്താണെങ്കിലും ആദ്യം ചിന്തിക്കേണ്ട കണ്ണിന്റെ കാര്യത്തിൽ അക്കോണേറ്റ് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ കേസ് എടുത്തു പോകുമ്പോൾ അത് ക്രോണിക് കേസുകളിലും പലപ്പോഴും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് തീരാൻ പറ്റും, ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തെന്ന് വരും. ഇത് ഇപ്പോ ഇതിനൊരു ഞാൻ സ്ഥിരം എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ള പോലെ ഒരു കഥയുണ്ട്. കഥ എന്ന് പറയുന്നത് ഈ പണ്ട് ഒരിക്കൽ ഒരു രാജാവ് ഇങ്ങനെ കാട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു വനത്തിന്റെ ഒരു ഉൾഭാഗത്ത് എത്തിയപ്പോൾ ഒരു സ്ഥലത്ത് 100 കണക്കിന് അമ്പുകൾ ഒരാളെ കൃത്യം ടാർഗറ്റ്, നമുക്കറിയാം ടാർഗറ്റ് ഒരു കറുത്ത വട്ടം, അതിന് ചുറ്റും വലിയ വട്ടങ്ങൾ, ചിന്ന വട്ടങ്ങൾ, അങ്ങനെ കുറെ വട്ടം വെച്ച് ഒരൊറ്റ അമ്പ് പോലും പിഴയ്ക്കാതെ എല്ലാം ടാർഗറ്റിൽ തന്നെ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജാവ് അങ്ങ് അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരാൾ നമ്മുടെ സൈന്യത്തിലുണ്ടെങ്കിൽ, ഇത്ര കഴിവുള്ള ഒരു വില്ലാളി നമ്മുടെ സൈന്യത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നമുക്കൊരു യുദ്ധത്തിലും പരാജയം ഉണ്ടാകത്തില്ല. കാരണം എല്ലാ അമ്പുകളും കൃത്യമായിട്ട് ഒരെണ്ണം പോലും മെയിൻ ടാർഗറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സർക്കംഫറൻസിലേക്ക് ഒന്നും വന്നിട്ടില്ല, വളരെ കൃത്യമാണ്. ഇപ്പൊ രാജാവ് അവരുടെ അനുചരന്മാരെ വിട്ടിട്ട് ഇയാൾ എവിടെയാണോ അന്വേഷിച്ച് അയാളെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവരിങ്ങനെ തിരക്കി പിടിച്ച് ചെന്നപ്പോ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലുണ്ട്. അപ്പൊ അയാൾ അവിടുന്ന് ഇങ്ങനെ രാജാവിനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ രാജാവ് അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ എല്ലാ അമ്പുകളും ഈ ലക്ഷ്യത്തിൽ തന്നെ കൃത്യമായിട്ട് ടാർഗറ്റിൽ തന്നെ കൊള്ളിക്കുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, അത് വളരെ സിമ്പിൾ ആണ്, എന്നെ സംബന്ധിച്ച് അത് വളരെ ലളിതമാണ്. ഈ കേസെടുപ്പിലും ഇങ്ങനെ തന്നെയാണ്, ടാർഗറ്റിൽ കൊള്ളിക്കാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് വളരെ ലളിതമാണ്. അപ്പൊ ഈ രാജാവ് അത്ഭുതപ്പെട്ടു. ഇത്രയും വെള്ളിയമ്മ മനുഷ്യന് ഇത്ര എല്ലാ കേസുകളും എല്ലാ അമ്പുകളും ടാർഗറ്റിൽ തന്നെ കൊള്ളിക്കാൻ കഴിയാന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല.
അപ്പൊ ഉടനെ രാജാവ് ചോദിച്ചു, അല്ല അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ. അത് ഞാൻ ആദ്യം അമ്പയക്കും, പിന്നീടാണ് വട്ടം വരയ്ക്കുന്നത്. അതുപോലെയാണ് ചിലർ ഇങ്ങനെ ആദ്യം അങ്ങ് സെറ്റ് ചെയ്യാന്നങ്ങ് തീരുമാനിക്കും. സെറ്റ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് ആണ് പിന്നെ അമ്പയക്കുന്നത്. ഇതിപ്പോ സെപ്പിയ കയറി വരുമ്പോ നമുക്ക് ആ യെല്ലോ സാഡിലേക്ക് അപ്പിയറൻസ് നമുക്കറിയാം. കുതിരജീനി ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഒരു യെല്ലോ സാഡിലേക്ക് അപ്പിയറൻസ് ഉണ്ടെങ്കിൽ അത് സെപ്പിയയുടെ ഒരു സിമ്പിളാണ്. കാണുമ്പോൾ കാഴ്ചയിൽ തന്നെ അപ്പിയറൻസിൽ തന്നെ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ലൈക്കോപ്പൊഡിയത്തിനും ഉണ്ടത്. പക്ഷെ ലൈക്കോപ്പൊഡിയത്തിനൊക്കെ ഒരു സൈഡിലേ ഉണ്ടായെന്ന് വരും, രണ്ട് സൈഡിലും ഉണ്ടാവണമെന്ന് വരുത്തില്ല. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത് ഈ എന്തായാലും പ്രസന്റിങ് കംപ്ലൈൻസ് ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അപ്പിയറൻസോ ബാക്കിയുള്ളത് എന്തും എടുക്കാൻ പാടുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് തെറ്റുപറ്റും. അപ്പിയറൻസ് മാത്രം വെച്ചിട്ട് നമ്മൾക്ക് ചിലപ്പോൾ മെഡിസിൻ കണ്ടെത്താൻ പറ്റും. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ എല്ലാ കേസിലും അപ്പിയറൻസ് അപ്പൊ പ്രസന്റിങ് കംപ്ലൈൻസ് ചോദിക്കാം. പ്രസന്റിങ് കംപ്ലൈൻസ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പ്രസന്റിങ് കംപ്ലൈൻസ് ഏത് അക്യൂട്ട് ആണെങ്കിലും ക്രോണിക് ആണെങ്കിലും പ്രസന്റിങ് കംപ്ലൈൻസ് വെച്ച് തന്നെയാണ് നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോ ഹിസ്റ്ററി ഒന്നും എടുക്കണ്ട എന്നുള്ളതല്ല. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റിന് നമ്മള് മിക്കവാറും വരുന്നത് മറ്റൊരാൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നത് പിന്നെ എവിടെ പോയി കുറവുണ്ട് എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ അസുഖം കുറച്ചിരിക്കണം. അസുഖം കുറയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രസന്റിങ് കംപ്ലൈൻസ് തന്നെ. അത് അസുഖം കുറയ്ക്കാൻ മാത്രമല്ല, മാറ്റാൻ മാത്രമല്ല, അതാണ് അതിന്റെ ശരിയും. കാരണം ഇപ്പോൾ എന്താണോ നിലവിൽ രോഗി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനുശേഷം അതിന്റെ ഒരു മെഡിസിനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഹിസ്റ്ററികളൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പൊ ആദ്യം തന്നെ പ്രസന്റിങ് കംപ്ലൈൻസ് ചോദിക്കുക. പ്രസന്റിങ് കംപ്ലൈൻസ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് പ്രസന്റിങ് കംപ്ലൈൻസ് എന്തായാലും നമ്മൾ ചോദിക്കണം. ഇപ്പൊ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ചില കേസുകൾ ഫാമിലി ഹിസ്റ്ററി മാത്രം വെച്ച് മെഡിസിൻ കിട്ടും. ചെസ്റ്റ് കംപ്ലൈൻസ് ഫാമിലി പേഴ്സണൽ ഹിസ്റ്ററിയിലും ചെസ്റ്റ് കംപ്ലൈൻസ് ഉണ്ട്, ഫാമിലി ഹിസ്റ്ററിയിലും ഉണ്ടെങ്കിൽ ബാസിലിനാണ് ഫസ്റ്റ് മെഡിസിൻ വരും. അതേസമയം ഈ ഇത് സ്റ്റൈസ് തന്നെ റിക്കറന്റ് ആയിട്ട് സ്റ്റൈസ് വരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒരുപാട് കേസൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോ നമ്മൾ സൈലീഷ്യ പോലുള്ള മെഡിസിനോ അങ്ങനെയുള്ള ഏതെങ്കിലും ചിന്തിച്ചാൽ മതി. ഇത് ഹിസ്റ്ററി പറയുമ്പോഴാണ്. ഇതല്ലാതെ നമ്മൾക്കിപ്പോ അപ്പിയറൻസ് നമുക്ക് ഇപ്പൊ ഇനി ഈ ഇതെല്ലാം ഈ പ്രൈമറി അദ്ദേഹത്തിന്റെ പ്രസന്റിങ് കംപ്ലൈൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പിന്നെ അയാളുടെ അപ്പിയറൻസ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പിയറൻസ് ആദ്യം അപ്പിയറൻസ് ശ്രദ്ധിച്ചാലുള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീണ്ടുപോകുമോ എനിക്കറിയില്ല. എന്നാലും എന്റെ ഒരു അനുഭവം പറയാം. ആദ്യം കമ്പ്യൂട്ടർ എടുത്ത കാലത്ത് അന്ന് ഈ ലാപ്ടോപ്പ് ഒന്നുമില്ല, ഡെസ്ക്ടോപ്പാണ്. അപ്പൊ അതിൽ കമ്പ്യൂട്ടർ എടുത്ത സമയത്ത് ഇത് അന്ന് റഡാറൊന്നും ഇല്ല, ഉണ്ടോന്നറിയില്ല, ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. നമ്മൾ ഹോമിയോപ്പത്തിന്റെ ഒരു വെർഷനാണ് ഇട്ടത്. അപ്പോ ഒരു പേഷ്യന്റിനോട് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ഒന്നും അത് നോക്കാറില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ ചേച്ചി ഇങ്ങനെ നല്ല തിരക്കായിരിക്കും. അപ്പൊ എല്ലാവർക്കും കമ്പ്യൂട്ടർ നോക്കി ഇരിക്കാനും സമയം കിട്ടത്തുകൊണ്ട് ഒരു പേഷ്യന്റ് ഇങ്ങനെ വന്ന് 2 പ്രാവശ്യം മരുന്ന് കിട്ടുന്ന ഒരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് കമ്പ്യൂട്ടറിൽ ഒന്ന് കേസ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ഇയാള് ഞാൻ പറഞ്ഞു ഇന്ന സമയം, ഇപ്പൊ ഇന്ന സമയത്ത് വരാൻ പറഞ്ഞു. അയാൾ വന്നപ്പോ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തല്ല അന്ന് താമസിക്കുന്നത്. അപ്പോ തറവാട്ടിൽ. അപ്പൊ അവിടുന്ന് ഇപ്പൊ അവിടെ വൈകുന്നേരം ഒരു സമയത്ത് ഞാൻ പ്രാക്ടീസിന് പോകും, അത്രേ ഉള്ളൂ. രാവിലെ രാജ് ഡോക്ടർ പോകും. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ടൗണിലാണ് താമസിക്കുന്നത്. അപ്പൊ അന്ന് അങ്ങനെയല്ല, അവിടെ ടൈം ഒന്നുമില്ല. അപ്പൊ ഇയാളോട് പറഞ്ഞത് രാവിലത്തെ സമയമാണെങ്കിലും അതിന് മുമ്പ് ആള് വന്ന് കയറിയിരുന്നു. ആൾക്കാർ 2-3 പേര്. അപ്പൊ ഇയാൾ ഇങ്ങനെ പതുക്കെ വന്ന് എന്നെ ഇങ്ങനെ നോക്കും, പിന്നെയും പോകും, പിന്നെ അവിടെ ഇരിക്കും, നടക്കും, ഇങ്ങനെ ആകെപ്പാടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ആൻഷ്യസ്, റെസ്റ്റ്ലെസ്. നമുക്കറിയാലോ അലുമിന, ആർജിൻ നേട്രിക്കൊക്കെ നമുക്ക് ഈ ഒരു ടൈം ഇത് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അലുമിന നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കും. അലുമിന ഒരു കേസും കൂടെ ഉണ്ട്, അത് ഞാൻ വിട്ടുപോയാൽ ഒന്ന് ഓർമ്മിച്ചാൽ പറയാം. അലുമിന ഒരു വളരെ ഒരു രസകരമായ ഒരു കേസുണ്ട്. അലുമിന അതായത് കുറച്ച് നാളിന് ശേഷമാണ് ഞാനത് ഒരാളുടെ സിംറ്റം അത് മനസ്സിലാക്കി എടുത്തത്. അയാളുടെ എല്ലാ കംപ്ലൈന്റും തന്നെ മാറാറുണ്ടായിരുന്നു. പക്ഷെ
ഈ സിംറ്റം മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തിന്റെ അനിയന്റെ കംപ്ലൈന്റ് മാറി എന്നുള്ളതാണ്. ഇങ്ങനെല്ലാം ഇപ്പൊ ഈ ഒറ്റ സിമിലിമം ഒരെണ്ണേ ഉണ്ടാവുള്ളെങ്കിൽ സിമിലർ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും സിമിലിമത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അവരുടെ അസുഖം മാറും. ഇങ്ങനെ വർഷങ്ങളായിട്ട് എന്റെ പേഷ്യന്റ് ആണ്, എല്ലാ അസുഖവും മാറാറുണ്ട്. പക്ഷെ അങ്ങനെ സ്ഥിരമായി കാണിക്കുന്ന ഒരു കാര്യം എനിക്കത് സിംറ്റമായിട്ട് മനസ്സിലായില്ല. അതുകൊട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഞാൻ വിചാരിച്ചു ആർജന്റൈൻ നൈട്രിക്കും കൊടുക്കണം, അല്ലെങ്കിൽ അലുമിന കൊടുക്കണം, അങ്ങനെയുള്ള ഹറീഡ്നെസ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ കുറെ മെഡിസിൻ ഉണ്ട്, ഈ ഹറീഡ്നെസ്, ഇംപേഷ്യന്റ്, ഹറീഡ്നെസ്, ഇതൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഇതൊക്കെ ആയിരിക്കും. അവസാനം ഇയാള് അപ്പൊ അടുത്ത പേഷ്യന്റും കയറി. അടുത്തതായപ്പോ ഇയാള് പറഞ്ഞു അല്ല എനിക്കൊരു അത്യാവശ്യം. ഞാൻ ചോദിച്ചു എന്തേ വല്ല വിഷമം വല്ലതും ഉണ്ടോ, അത്രയ്ക്ക് വല്ല. അപ്പൊ ഇയാൾക്ക് അങ്ങനെ ഒരു ക്രോണിക് കേസാണ്, അത്ര വലിയ അക്യൂട്ട് എക്സാസർബേഷൻ ഒന്നും ഉള്ള ഒരു കേസല്ല. കേസ് കമ്പ്യൂട്ടറിൽ അത് എടുത്താൽ കമ്പ്യൂട്ടർ എന്താണ്, ഇതൊരു അത്ഭുതമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിൽ എടുത്താൽ കുറച്ചുകൂടി അത് നന്നായിട്ട് എടുക്കാൻ കഴിയും എന്നൊരു തോന്നലും കൂടിയുണ്ട്. അപ്പോൾ റെപ്പർട്ടറി നമ്മൾ സാധാരണ കെന്റിന്റെ റെപ്പർട്ടറി ആണെന്ന് കിട്ടുന്നത്, അത് തന്നെ റിവൈസ്ഡ് എഡിഷൻ പട്ടേൽ സാർ ഇറക്കിയത്. ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, തിരുത്തിയ ഇതാണ്. ആദ്യം ഉപയോഗിച്ചിട്ടിരുന്നത് അതല്ല, അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു. തെറ്റുകളൊക്കെ തിരുത്തിയിട്ടാണ്. തിരുത്തിയത് ഇവിടെയല്ല തിരുത്തിയത്, പക്ഷെ ഇവിടെ കൂടി അത് തിരുത്തൽ നടന്നു. ഷ്രോയൻസറിന്റെ സിന്തസിസിൽ ഇത്തരം തെറ്റുകളും ഒക്കെ മാറ്റി ആഡിങ്സ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പൊ സിന്തസിസ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഫുട്ബോൾ അമലറേഷൻ എന്നൊരു ഹെഡേക്ക്, അങ്ങനെ ഒരു പഴയ പ്രിന്റഡ് പഴയ കോപ്പി ഇരിക്കുന്ന ഡോക്ടർമാരുടെ കൈ കാണും. ഫുട്ബാത്ത് ആയിരുന്നു അത്. അങ്ങനെയുള്ള ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ ഞാനിപ്പോ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഇയാളെ വിലയിരുത്തി. ആദ്യം ഈ അപ്പിയറൻസ് ആദ്യം എടുക്കരുതെന്ന് പറയുന്നതിന്റെ കാര്യം ഇതുകൊണ്ട്. അപ്പൊ പല കാരണങ്ങൾ ഉണ്ടാവാം. വിലയിരുത്തി. അതുപോലെ ഇയാൾ പറഞ്ഞു അല്ല മൂത്രത്തിന്റെ അതുകൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ അത് ശരി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന ആളോട് പുറത്തേക്ക് നിൽക്കും, അയാൾ കയറണ്ട. അയാൾ കയറി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് മൂത്രം പോകാത്തതിന്റെ പ്രശ്നം. അതിപ്പം വെള്ളം ധാരാളം കുടിച്ചു. വെള്ളം ധാരാളം കുടിച്ചു. എന്നിട്ട് ഇപ്പൊ വേദന വല്ലതും ഉണ്ട്? വേദന ഇല്ല, പോകാത്തതിന്റെ ഒരു വിഷമം ഉണ്ട്. ഞാൻ ചോദിച്ചല്ല വിഷമം ഉണ്ട്, ഇതിനു മുമ്പ് ഇതുണ്ടായിട്ടില്ല. ഇല്ല ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇത് ഇന്നിപ്പോ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഇന്നലെയോ എപ്പോഴെങ്കിലും ഒഴിക്കുമ്പോൾ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും പനിയോ കുളിരോ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ നമ്മൾ DD ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രൊസ്റ്റേറ്റിക് രാത്രി കൂടുതൽ പോകാറുണ്ടോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതൊന്നും അല്ല. അപ്പൊ ഇയാൾ പറഞ്ഞു അതൊക്കെ മൂത്രം ഒഴിച്ചിട്ടില്ല. എന്താ മൂത്രം ഒഴിക്കാനല്ല, ഇന്ന് ഇവിടെ കമ്പ്യൂട്ടറിൽ നോക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ ഈ സ്കാനിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ മൂത്രം ഒഴിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മൂത്രം പുള്ളി പിടിച്ചു വെച്ചിരിക്കുക. ഈ മൂത്രം പിടിച്ചു വെച്ചതിന്റെയാണ് ഈ വെപ്രാളം മുഴുവൻ കാണുന്നത്. അല്ലാതെ പുള്ളി റെസ്റ്റ്ലെസ്സും അല്ല, ആങ്ഷ്യസും അല്ല, പുള്ളിക്ക് ഒരു ഇംപേഷ്യൻസും ഇല്ല, ഒന്നുമില്ല. ഏത് മനുഷ്യനും മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇംപേഷ്യന്റ് ആയി പോകും. അത് ആരെങ്കിലും അതൊന്നും അത് ഫിസിക്കൽ ലെവലിലാണ്. അതൊന്നും നമ്മൾ സിംറ്റമായിട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പിയറൻസ് നമ്മൾ എടുക്കുമ്പോൾ പ്രസന്റിങ് കംപ്ലൈൻസ് പറഞ്ഞതിന് ശേഷം അപ്പിയറൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇപ്പം അവര് ഈ നമ്മൾ ആദ്യമേ തന്നെ അപ്പിയറൻസ് എടുത്തു കഴിഞ്ഞു. ഇപ്പോ ഇൻഡിഫറൻസ് കിസ് പേഴ്സണൽ അപ്പിയറൻസ് എന്നുള്ളതിന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. സൾഫർ ആണ് ഏറ്റവും പ്രധാന മെഡിസിൻ, സൾഫറാണ്. ക്യാപ്സിക്കം, സോറിന്, അമോണിയം കാർബ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കാർസിനോസിന്റെ ഒരു പ്രത്യേകത എന്ത് ഒരു പെർഫോമൻസിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ അയാൾ ഇൻഡിഫറന്റ് ആണ്. ഡ്രസ്സിനോട് അയാൾ ഇൻഡിഫറന്റ് ആണെങ്കിൽ പോലും ഒരു പെർഫോമൻസിനായിട്ട് പോകുമ്പോൾ അയാൾ നല്ല ഡ്രസ് ചെയ്തേ വരും. അപ്പൊ ഇപ്പൊ നമ്മള് കയറി വരുമ്പോ ഇയാള് ഈ കാർസിനോസിൻ വെൽ ഡ്രസ്ഡ് ആണ്, അയാൾക്ക് ഇൻഡിഫറൻസ് ഇല്ല എന്നുള്ള നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോ അയാൾക്ക് എവിടെയെങ്കിലും അന്ന് ഫംഗ്ഷനോ പ്രോഗ്രാമോ ഉണ്ടെങ്കിൽ നമ്മള് ആദ്യമായിട്ട് തന്നെ പേഷ്യന്റ് ആണെങ്കിൽ ഡോക്ടറെ കാണാൻ നേരത്തെ ഒന്ന് തയ്യാറെടുത്തിട്ടേ വരുള്ളൂ. അതല്ല സ്ഥിരം പേഷ്യന്റ് ആണെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷനോ വല്ല ഉണ്ടെങ്കിൽ വല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അത് അവിടെ നമ്മൾ സിംറ്റമായിട്ട് എടുത്താൽ പറ്റത്തില്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഈ ഡ്രസ്സിൽ എലിഗന്റ് ആയിട്ടുള്ള ഡ്രസ് ചെയ്ത് വരുന്നത് അത് സൈലീഷ്യ, പ്ലാറ്റിന, ചൈന, വെറാട്ടം ഗ്രേഡ്, ഓറം നമുക്കറിയാം. ഓറം എന്ന് പറയുന്നത് എല്ലാം വളരെ വളരെ കൃത്യമായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ആണെങ്കിൽ നന്നായിട്ട് വീട്ടുകാർക്കൊക്കെ വലിയ അഭിമാനമായിരിക്കും. വളരെ കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി കൃത്യമായിട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ കടന്നു വരുമ്പോൾ ബറീറ്റക്കാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാ
ഈ കൈവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈവിരൽ വെച്ചിട്ട് ഈ വിരലിന്റെ ഇടയിൽ കൂടി ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ അമ്മയുടെ പുറകിലേക്ക് മറിഞ്ഞു നിൽക്കും. ഇത് പറയിട്ടക്കാർവ് ചൈൽഡിന്റെ ഇതാണ്. എന്നാ ഇത് ബിസ്മത്ത് ഒക്കെ ആണെങ്കിലോ എപ്പോഴും അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. അതെന്തുകൊണ്ടാ? ബിസ്മത്ത് അങ്ങനെ പിടിക്കാൻ ഈ ഫിയർ ഓഫ് ബീയിങ് എലോൺ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന കാരണം തന്നെ അതാണ്. കാരണം അതിന് സോളിറ്റ്യൂഡ് സഹിക്കാൻ പറ്റത്തില്ല, അൺബിയറബിൾ ആണ് സോളിറ്റ്യൂഡ്. അതേസമയം കാലികാർബൻ ആണെങ്കിൽ ഫിയർ ഓഫ് ഡെത്ത് കൊണ്ടാണ് അവരും കയ്യിൽ പിടിച്ചിട്ട് അറ്റൻഡൻസിന്റെ അല്ലെങ്കിൽ അമ്മയുടെ ആരാണ് ഇവിടെ വരുന്നത് അവരുടെ കയ്യിൽ പിടിച്ചിട്ടായിരിക്കും. എല്ലാ കാലികാർബും അങ്ങനെയൊന്നും വരത്തില്ല. ഇപ്പൊ കാലികാർബ് ഞാൻ ഇതൊന്നും വെച്ചല്ല സിന്റെ എടുക്കാറില്ല. പെയിൻ ലൈങ് ഓൺ പെയിൻഫുൾ സൈഡ് അഗ്രവേഷൻ ആണെങ്കിൽ വേറെ ഒരുപാട് മെഡിസിൻ ഉണ്ട്, എന്നാലും ഞാൻ കൂടുതലൊന്നും നോക്കാറില്ല, കാലികാർബ് ഒന്ന് കൊടുക്കും. അതേസമയം പിന്നെ പെയിൻഫുൾ സൈഡ് വെച്ച് കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പെയിൻഫുൾ സൈഡ് വെച്ച് കിടക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കറിയാം പ്രഷർ റിമറേഷൻ പ്രയോണി ഉൾപ്പെടെ ഒരുപാട് മെഡിസിൻ. പക്ഷെ ഇത് കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാലികാർബാണ്. അപ്പൊ ഇത് ഇവിടെ കാലികാർബ് ഞാൻ പറഞ്ഞത് കാലികാർബ് അങ്ങനെ വരും എന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ഒരു ജനറൽ റൂൾ അല്ല, ഇത് എപ്പോഴും കിട്ടണമെന്നും ഇല്ല. ലൈക്കോപോഡിയ ഇതുപോലെ ഡിപ്പെൻഡന്റ് ആണ്. അതെന്താ? അതിന്റെ കാരണം അത് കവാഡേസ് ആണ്. ലൈക്കോപോഡിയം ഭയങ്കര ഭീരുവാണ് എന്നുള്ളത് മാത്രമല്ല, സെൽഫ് കോൺഫിഡൻസ് കുറവാണ്. ഈ കോൺഫിഡൻസ് കുറവായത് കൊണ്ടാണ് ലൈക്കോപോഡിയം പിടിച്ചു കയറി വരുന്നത്. അതേസമയത്ത് ലില്ലിയൻ ഡിക്കിന് നമുക്കറിയാം ഹറീഡ്നെസ് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ലില്ലിയം ഡിഗ് അങ്ങനെ പിടിച്ചു കയറി വരും. ഈ സൾഫർ നേരത്തെ ഞാൻ പറഞ്ഞു, സൾഫറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഐബ്രോസില് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവര് പറയേണ്ട കാര്യമില്ല. ഐബ്രോസിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് സൾഫർ ആയിരിക്കും. സാനിക്കുലേ ഉണ്ട് അതിന്. പിന്നെ റെഡ് ഡിസ്കളറേഷൻ ആണ് ഫേസിലെങ്കിൽ അതും പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഫോസ്ഫറസ് ആണ്. റെഡ് ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ സൾഫർ ആണ് പ്രധാന മെഡിസിൻ. ബ്രൈറ്റ് റെഡ് ലിപ്പ് ആണെങ്കിൽ അത് എനിക്ക് 1, 2, 3 കേസ് നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ളവർ കുറവാണ്, എന്നാലും നമ്മൾക്ക് നല്ല ചില കേസുകൾ കിട്ടാറുണ്ട്. അങ്ങനെയാണ് എല്ലാ ഓറിഫൈസും റെഡ് ആയിരിക്കുമെന്ന് സൾഫറിനെ കുറിച്ച് പറയുമെങ്കിലും അതൊക്കെ യൂറോപ്യന്മാർക്ക് കിട്ടുള്ളൂ. അവരത്ര നല്ല വെളുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ എല്ലാ ഓറിഫൈസും റെഡ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. ഇന്ത്യൻസിന് അങ്ങനെ കിട്ടാറില്ല. എന്നാൽ ഈ ലിപ്സിന്റെ ബ്രൈറ്റ് റെഡ് ലിപ്സ് വളരെ കുറച്ച് പേഷ്യന്റിന് കിട്ടും. പിന്നെ റെഡ് സ്പോട്സ് ഉണ്ടെങ്കിലും ഫേസിലൊക്കെ ഉണ്ടെങ്കിലും സൾഫർ മെഡിസിൻ വരാറുണ്ട്. കോസ്റ്റിക്കും നട്രമോറും അതുപോലെ വരാറുണ്ട്. പിന്നെ സൾഫർ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഹെഡ് ഇങ്ങനെ മുന്നോട്ട് വളച്ചു പിടിച്ചുകൊണ്ടായിരിക്കും നടന്നു വരുന്നത്. അതുപോലെ മുടി ജീവി എന്ന് ആ ഒരു ഇതുണ്ടല്ലോ, കൊമ്പട് അതായത് ചെയ്വിയാലും ഒരു ഒതുങ്ങിയിരിക്കത്തില്ല. അത് ചെയ്യുവാൻ തന്നെ വലിയ പ്രയാസമാണത്. അവര് കാരണം അവർ ഇൻഡിഫറൻസ് ആയതുകൊണ്ട് ചെയ്യുവാൻ പ്രയാസമാണ്. പിന്നെ ഈ ഞങ്ങളുടെ സ്ഥലം കോക്കമംഗലം അല്ലെങ്കിൽ കൊക്കോതമംഗലം കോക്കമംഗലം എന്നൊക്കെ പറയും. അപ്പൊ അവിടെ തോമസ് ലീഗ വന്ന 7 സ്ഥലങ്ങളിൽ തോമസ് ലീഗ വന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഞങ്ങളുടെ സ്ഥലം. ഈ തോമസ് ലീഗയെ പറ്റി നമുക്കറിയാം സസ്പീഷ്യസ് തോമസ് എന്ന്. തോമസ് ലീഗ ഈ തോമസ് ലീഗ ഇങ്ങനെ നിൽക്കുന്ന ഇത് ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഇത് പ്രധാന ആ വിഗ്രഹം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കൈ ഇങ്ങനെ വൃത്തിപ്പിടുത്ത ഇവിടെ ഒരു വിരലിൽ അറ്റത്ത് അല്പം ബ്ലഡ് ഉണ്ട്. അപ്പോ തോമസ് ലീഗ ഇങ്ങനെ തൊട്ടാണ് വിശ്വസിച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോ ഇത് സസ്പീഷ്യസ് തോമസ് എന്ന് പറയാം. അങ്ങേർക്ക് ഒരു സംശയം, ഇത് യേശു തന്നെയാണ്, നിങ്ങൾ തന്നെയാണോ? കാരണം കുരിശേ കയറിയവരെ അങ്ങനെ തിരിച്ചു വരാറില്ലല്ലോ. അപ്പൊ സംശയം കൊണ്ട് ഈ കുന്തം കൊണ്ട് കുത്തിയ പാടിന് പുള്ളി ഒന്ന് തൊട്ടു നോക്കി. അപ്പോ അതിന് ബൈബിളിൽ വേറൊരു കാര്യം പറയുന്നു, കണ്ട് വിശ്വസിക്കുന്നവർക്കാൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. ഇതൊന്നും കാണാതെ നേരത്തെ പറഞ്ഞ പോലെ ഈ ആദ്യം അമ്പയക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഇവിടെ എന്തായാലും സൾഫറിന് എല്ലാത്തിലും തൊട്ടു നോക്കും, എല്ലാ കാര്യങ്ങളും തൊട്ടു നോക്കും. അത് എന്നാ മാത്രമേ ഇത് റിയൽ ആണോ അതായത് ഇത് ശരിയായ സാധനം തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നത്. ഇപ്പൊ ചില കുട്ടികൾ വന്നാൽ നമുക്കറിയാം. പിന്നെ സൂപ്പർക്കുള്ളം കുട്ടി ക്യൂരിയോസിറ്റി അത് വേറെയാണ്. അവരിങ്ങനെ സർവ്വ സ്ഥലത്ത് കുനിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഒക്കെ നോക്കും. അതല്ല, ഇത് എല്ലാത്തിലും ഒന്ന് തൊട്ടു നോക്കും. നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന എന്തെങ്കിലും ക്യൂരിയോസ് ആണെങ്കിലും എന്തെങ്കിലും ടേബിളിന്റെ എന്ത് സാധനങ്ങളൊക്കെ ആണെങ്കിലും തൊട്ടു നോക്കും.
ഇത് ഞാനിപ്പോ പറഞ്ഞു വന്നത് ഇതുപോലെ നമ്മൾക്ക് കുറെ ലക്ഷണങ്ങൾ ഇപ്പോ ഇത് ഇങ്ങനെയൊന്നും അല്ല കേസ് എടുക്കേണ്ടത്. ഇപ്പൊ അങ്ങനെയല്ല. ചില പ്ലാൻ റെമഡിയെ പറ്റി ശങ്കരനൊക്കെ പറയുന്നത് ഈ പ്ലാൻ റെമഡി കൊടുക്കേണ്ടത് സെൻസിറ്റിവിറ്റി കൂടിയ ആൾക്കാർക്കാണ്. കാരണം പ്ലാന്റിന് ഇങ്ങോട്ട് ചലിക്കാൻ പറ്റും. അപ്പൊ അവര് സെൻസിറ്റിവിറ്റി കൂടിയത് ചലിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. പ്ലാന്റ് സ്റ്റേഷനറി അവിടെ മാറാൻ പറ്റത്തില്ല. അപ്പം പിന്നെ പ്ലാൻ റെമഡി കൊടുക്കേണ്ട കേസുകളിൽ പിന്നെ നമ്മള് പിന്നെ എന്തുവാ സെൻസിറ്റിവിറ്റി കൂടുതലും പിന്നെ മിനറൽ റെമഡി ആണെങ്കിൽ സ്ട്രക്ചറിനെ കുറിച്ച് അവര് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ട്രക്ചറിനെ കുറിച്ചും, ആനിമൽ റെമഡി ആണെങ്കിൽ സർവൈവലിനെ കുറിച്ചും സംസാരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എനിക്ക് അത് പലപ്പോഴും അത് അങ്ങനെയാണോ എനിക്ക് അങ്ങനെയാണെന്ന് ഇതുള്ള ഒരു കാരണം നമ്മളത് അത്രയും ജനറലൈസേഷൻ വരുത്തുമ്പോൾ ഈ പ്ലാന്റ് റെമഡിയിലുള്ള പല പ്ലാന്റ് ഇപ്പൊ സെൻസിറ്റിവിറ്റി, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഞാൻ എടുത്ത് ലബോറട്ടറി നോക്കിയപ്പോൾ അതില് ധാരാളം മെഡിസിൻ ഉണ്ട്. പ്ലാന്റ് റെമഡിയൊക്കെ ഇരട്ടി ഉള്ളത് മിനറൽ റെമഡി, പിന്നെ ആനിമൽ റെമഡി ഒക്കെയാണ്. അപ്പോ പിന്നെ പക്ഷെ അങ്ങനെ അതൊക്കെ ഒരു കട്ട് ഷോട്ട് ചെയ്യാനായിട്ട് ചിലർ സഹായിക്കുന്നുണ്ടാകും. ഇങ്ങനെയുള്ള സെൻസിറ്റിവിറ്റി കൂടുതലുള്ളവർക്ക് പിന്നെ പ്ലാന്റിൽ നിന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതിയെന്ന്. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ ചിലപ്പോ പറയുന്ന റയർ പെക്യൂലിയർ 153 ആണെന്ന് തോന്നണം അതിന്റെ അഫോറിസം. റയർ പെക്യൂലിയർ സിംറ്റം കിട്ടുകയാണെങ്കിൽ നമ്മൾ അത്തരം സിംറ്റം കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് കൂടുതൽ ഈ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് വെച്ചിട്ട് പിന്നെ കേസെടുക്കുന്ന രീതിയാണ് ഇവര്. ഇപ്പൊ ഒരു പൊതുവായ അറിവിന് വേണ്ടി പറയാം. ഈ പ്ലാന്റ് പറയുന്നത് ഇതില് ഞാൻ പ്ലാന്റ് പറയുന്നത് എന്താ സെൻസിറ്റിവിറ്റി ഓഫ് സിറ്റുവേഷൻ ആൻഡ് ദെൻ റിയാക്ട്. They talk about how things affect them. This bothers me. This affects me. For example, I have been choked, contracted, constricted. ഇങ്ങനെയൊക്കെ വന്ന് പേഷ്യന്റ് പറയുകയാണെങ്കിൽ അത് പ്ലാന്റ് കൊടുക്കാം എന്നാണ്. പ്ലാന്റ് റെമഡി എന്നുള്ള ഒരു മെഡിസിൻ സെലക്ട് ചെയ്യാം. പിന്നെ അവർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതും കോൺട്രഡിക്ടറി എന്ന് പറയുന്നത് ആണോ? ടൈറ്റും ലൂസും ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. പെയിനും നമ്പിനെസ്സും ഉണ്ടാകും. പിന്നെ അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം എന്ന് പറയുന്നു. പിന്നെ മിനറൽ റെമഡി ആണെങ്കിൽ എന്തുവാ ഇപ്പോഴും എന്തോ എനിക്കെന്തോ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു എന്നാണ് മിനറൽ റെമഡിയെ പറയുന്നത്. എനിക്ക് അങ്ങനെ ഇതിപ്പോ ഒരു ചർച്ച ആയതുകൊണ്ടാണ് ഞാനിത് അവതരിപ്പിച്ചത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് അവര് ഞാനിത് ആഗ്രഹിച്ചു, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പൊ അവരെപ്പോഴും ജീവിതത്തിന്റെ സ്ട്രക്ചറിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ റിലേഷൻഷിപ്പ്, റോള്, പെർഫോമൻസ്, പവർ, ഇതിനെ കുറിച്ച് അറ്റാക്ക്, ഡിഫൻസ്, ഇതൊക്കെയാണ് അവര് ഒരു ചർച്ചയ്ക്കായിട്ട് ഞാൻ പറയാം. പിന്നെ ആനിമൽ റെമഡി എന്ന് വെച്ചാൽ സർവൈവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണം അത് മറ്റേ ഐൻസ്റ്റീൻ അല്ലല്ലോ തിയറി. സർവൈവൽ ദ ഫിസ്റ്റസ്റ്റ് എന്നുള്ള തിയറി അവതരിപ്പിച്ച നമ്മള് അപ്പൊ അവര് സർവൈവലിന് വേണ്ടി ആണ് ശ്രമിക്കണേ എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമല്ല, അവര് മറ്റുള്ളവരെ കുറ്റം പറയും എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ കുറ്റം പറയും എന്ന് പറയുന്നത് ഇപ്പൊ അവര് പറയുന്നത് ഉദാഹരണമായിട്ട് ഈ ഇത് എന്റെ പ്രശ്നമല്ല, ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയ അമ്മായിയമ്മയാണെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെന്നോ നാത്തൂനാണെന്നോ അങ്ങനെയുള്ള രീതിയിൽ പറയും എന്നാണ്. പിന്നെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നും പറയുന്നുണ്ട്. എന്തായാലും അത് ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഡാർവിൻ തിയറിയാണോ ഉദ്ദേശിച്ചത്? ഡാർവിന്റെ തിയറിയാണോ ഉദ്ദേശിച്ചത്? ഡാർവിൻ ആണല്ലോ സർവൈവൽ ഫിറ്റസ്റ്റ് എന്നുള്ള രീതിക്കാണ് ഇത്. അതുകൊണ്ടാണ് ഇനി ആനിമൽസിലെ അതിജീവിക്കുവാൻ കഴിവുള്ളവർ മാത്രമല്ലേ ജീവിച്ചിട്ടുള്ളൂ. ഡിനോസേഴ്സ് ഒക്കെ ചത്തുപോയി. അപ്പൊ അതുകൊണ്ട് അത് ഇതിനകത്തേക്ക് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തതാണോ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ആനിമൽ മെഡിസിൻസ് ഒന്നും അങ്ങനെ ഒരു സർവൈവലിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട്, സർവൈവലിന് വേണ്ടിയുള്ള ശ്രമം എല്ലാത്തിനും ഉണ്ട്. അതില്ലെങ്കിൽ പിന്നെ മരുന്നിന് വരുന്ന കാര്യമില്ല. നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ മരുന്നിന് തന്നെ വരുന്നത്. ഒരു പേഷ്യന്റ് ആയിട്ട് ഒരാൾ എത്തണമെങ്കിൽ പിന്നെ ലാക്ക് ഓഫ് റിയാക്ഷൻ നമുക്കറിയാം. നമുക്ക് അത് ഒപ്പിയം പോലുള്ള മെഡിസിൻ ആണ് ലാക്ക് ഓഫ് റിയാക്ഷൻ.
അതിന് അവർക്ക് മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വലിയ പ്രയാസമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്കൊരു പ്രശ്നവും ഇല്ലാന്ന്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കുട്ടി വന്നിരുന്നു. അപ്പൊ അവന് ഭയങ്കര ടെമ്പറേച്ചർ ആണ്. അപ്പൊ ശരീരം വേദന ഇല്ല, തലവേദന ഉണ്ടോ ഇല്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ അവന് ഒരു കുഴപ്പവും ഇല്ല എന്നതാണ് അവൻ പറയണത്. ഭയങ്കര അപ്പോ ഇവര് പറഞ്ഞു, അപ്പൊ അതിനകത്തൊരു പോസിറ്റീവ് സിംറ്റം എനിക്ക് കിട്ടി. ഇവര് പറഞ്ഞു ഇവന് ഇൻജക്ഷനൊക്കെ പേടിയാണ്, അപ്പൊ ഇവിടെ വന്ന ഇൻജക്ഷൻ ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് ഇവര് പറയാത്തത്. അപ്പോഴും ഒപ്യം തന്നെയാണ്, ആ ഭയങ്കര ഫിയർ എന്നുള്ളത് വെച്ചിട്ട് ഒപ്യത്തിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. ഇപ്പൊ ഞാനിനി ഒരു പിന്നെ അലൂമിന കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താ? അലൂമിനയുടെ കേസ് പറയാന്ന് പറഞ്ഞു. അലൂമിനയുടെ കേസ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് സ്ഥിരം വരുന്ന ഒരു നമ്മുടെ സ്ഥിരം പേഷ്യന്റ് ആണ്. അപ്പോ ഈ പേഷ്യന്റ് വരുമ്പോഴൊക്കെ പിന്നെ കൃത്യമായിട്ട് എപ്പോ വരുമ്പോഴും പിന്നെ ഒരു 1-2 ഷീറ്റ് പേപ്പർ നിറച്ച് സിംറ്റംസ് എഴുതിക്കൊണ്ടാണ്. അപ്പൊ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ധരിച്ചത് ഇതൊരു ഒരു അർദ്ധൻ ഹോമിയോപ്പതിക്ക് പിന്നെ ബിലീവർ ആണ്, ഹോമിയോപ്പതി മാത്രമേ കഴിക്കുകയുള്ളൂ. അത് ഹോമിയോപ്പതി മറ്റുള്ളവരെ പറഞ്ഞു വിടും. ഇതൊക്കെ ആണെങ്കിൽ പോലും പുള്ളിക്ക് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഹോമിയോപ്പതിയോട് ഭയങ്കര താല്പര്യവും ഹോമിയോപ്പതി ഭയങ്കര വിശ്വാസമാണ്. മറ്റുള്ളവരെ പറഞ്ഞു ഇതൊക്കെ ആണെങ്കിലും പുള്ളിക്കുള്ള ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം, ഇപ്പൊ വീട്ടിലാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും പുള്ളിക്കാണെങ്കിലും ഒരു അസുഖം വന്നു അത് 2 ദിവസം മാറ്റി വെച്ച് ചിലപ്പോഴൊക്കെ പുള്ളിക്ക് പിന്നെ എല്ലാവർക്കും കിട്ടാറുണ്ട്, തനിയെ മാറും. ചിലപ്പോഴൊന്നും എല്ലാ അസുഖവും ചികിത്സിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര പിശുക്കാണ്. അപ്പൊ പിശുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കാര്യത്തിലും ആ പിശുക്ക് ഉണ്ട്. അപ്പൊ എഴുതുന്ന പേപ്പറിൽ പോലും ആ പിശുക്ക് നമ്മൾക്ക് പിന്നെ നോട്ടീസ് കിട്ടിയാൽ അതിന്റെ മറുവശം ആയിരിക്കും പുള്ളി ഒരിക്കലും അതിനായിട്ടൊരു പേപ്പർ എടുക്കത്തില്ല. പുള്ളി അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടുവരിക. അത് തന്നെ 3ആയിട്ട് കീറിയിട്ട് അടുത്ത പ്രാവശ്യം അത് ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക് ഒരു കഷ്ണത്തെ ആണെങ്കിൽ ചുരുക്കി എഴുതിയിട്ട് അത് മാത്രമായിട്ട് കൊണ്ടുവരും. ഇതൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചത് ഇങ്ങേരി എഴുതിക്കൊണ്ട് വരുന്നത് പുള്ളി നമ്മുടെ അടുത്ത് വരുമ്പോ അസുഖം പെട്ടെന്ന് മാറണമെങ്കിൽ എല്ലാ സിംറ്റവും കിട്ടണം. എല്ലാ സിംറ്റവും അപ്പൊ ഒരെണ്ണം പോലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി, പുള്ളിയുടെ കാര്യം നന്നായിട്ട് നടക്കാൻ വേണ്ടി ആണ് പുള്ളി ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു സെൽഫിഷ് ആണ് പുള്ളി. ഇതൊക്കെ ശരിയാണ്. അപ്പൊ ഞാനതൊരു സെൽഫിഷ്നെസ് ആയിട്ടാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങേർക്ക് അസുഖങ്ങളൊക്കെ കുറവുണ്ട്. ഈ സിംറ്റം എടുത്തില്ലെങ്കിൽ പോലും എടുക്കേണ്ട സിംറ്റം എടുത്തില്ലെങ്കിൽ പോലും അങ്ങേർക്ക് അസുഖങ്ങളൊക്കെ കുറവുണ്ട്. പിന്നീടാണ് അത് കാരണം ആളൊരു സാമാന്യ ധീരൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലൊന്നും ഒരു പതറുന്ന ഒരാളല്ല. ഇങ്ങനെയൊക്കെ ഒരു അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഇതോട് ബന്ധപ്പെട്ട് പറയാം. ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാൻ തീരുമാനിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം. അല്ല സോറി, ഞാനത് ഇടയ്ക്ക് മറ്റൊരു കേസിലേക്ക് വരും. ഞാൻ ഇതിങ്ങനെ എഴുതിക്കൊണ്ട് വരുന്നത് ഏതാണ് മെഡിസിൻ നമുക്കറിയാം. അലുമിനയുടെ ഒരു പ്രത്യേകതയുണ്ട്, മേക്ക് നോട്ട്സ്. അതായത് ഒരു കാര്യവും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നോട്ട്സ് തയ്യാറാക്കിക്കൊണ്ട് വരുന്നത്. ഇത് വേറൊരു പെൺകുട്ടി ചികിത്സ അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു നോട്ട്ബുക്ക് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാ കാര്യങ്ങളും അത് ക്ലിനിക്കിൽ വരുമ്പോ ഒരിക്കലും സിന്റെ എഴുതിക്കൊണ്ട് വന്നിട്ടില്ല. പക്ഷെ ഞാൻ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രവചനം പോലെ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് ഇങ്ങനെ എഴുതി വെക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് പണ്ടേ ഉള്ളതാ. എനിക്കതിനൊരു നോട്ട്ബുക്ക് തന്നെ ഉണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തലേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ അന്ന് രാവിലെ എഴുതി വെക്കും. ഇയാള് ഇങ്ങനെ ഇതുമായിട്ട് വന്നപ്പോ പിന്നെ അലൂമിനയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്, അവർക്കൊരു കോംപ്രിഹെൻഷൻ ഡിഫിക്കൽട്ടാണ്. മൈൻഡ് തന്നെ കോൺസ്റ്റിപ്പേറ്റഡ് ആണെന്ന് ചില ബുക്കുകളിൽ എഴുതാറുണ്ട്. റഡാറിലും ഒക്കെ അങ്ങനെ മെറ്റീരിയൽ മെഡിക്കൽ അങ്ങനെ പറയാറുണ്ട്, മൈൻഡ് കോൺസ്റ്റിപ്പേറ്റഡ് ആണ്. ഈ ആലങ്കാരികമായ വാക്കുകൾ നമ്മൾ അതിന്റെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആർണിക്ക ഓഫ് ദി ഐ എന്ന് പറയുന്ന പോലെ നമ്മൾ അത്രേ എടുക്കാവുള്ളത്. കാരണം മൈൻഡ് കോൺസ്റ്റിപ്പേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടെ കോംപ്രിഹെൻഷൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഐഡിയ പുറത്തേക്ക് വരാൻ കുറച്ച് താമസിക്കും, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ മൈൻഡിൽ മൊത്തം അവര് ഇതാണ് കള്ളാണ് ആൾ എന്ന് അല്ലാതെ അതിന് കൂടുതൽ അർത്ഥമൊന്നും നമ്മൾ കൊടുക്കരുത്. എന്തായാലും ഇത് ഈ അലുമിന ഇദ്ദേഹത്തിന്റെ ഇതിൽ വെച്ച് ബാക്കി ഉള്ള ലക്ഷണങ്ങളും എല്ലാം കൂടി വെച്ച് അലുമിന സെലക്ട് ചെയ്തപ്പോ ഈ അനിയൻ ഇത് ഇങ്ങനെ എഴുതിയൊന്നും കൊണ്ടുവരാറില്ലെങ്കിലും ഞാൻ അനിയന് അലുമിന കൊടുത്തു. ബാക്കി കുറെ സിംറ്റംസ് അനിയൻ ഉണ്ടായിരുന്നു. അനിയന് ആ അലുമിന കൊടുത്ത ശേഷം നല്ല വ്യത്യാസം ഉണ്ടായി. അതുപോലെ മറ്റൊരു കേസിൽ ഞാൻ ഈ
രാവിലെ പല പല അല്ല 3 ദിവസം മുമ്പ് ഒരു പേഷ്യന്റ്, ആലപ്പുഴയിലുള്ള ഒരു പേഷ്യന്റ് എന്നെ വിളിച്ചപ്പോ വൈഫാണ് ഫോൺ എടുത്തപ്പോ വൈഫ് പറഞ്ഞു, അതെ 3 ദിവസത്തിന് മുമ്പാണ് പുള്ളി പറയണ, ഇത്ര 3 ദിവസം കഴിഞ്ഞ് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു, എന്തായാലും ഒന്ന് വരുന്നതിന് മുമ്പ് രാവിലെ ഒന്നുകൂടി വിളിക്കണം എന്ന് പറഞ്ഞു. ഇയാള് വിളിക്കാതെ വന്നു. അപ്പൊ വന്നപ്പോ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് പുള്ളി കുറച്ച് സമയം ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഞാൻ ഇപ്പൊ ഇതൊക്കെ ഞാൻ കേട്ടതായതുകൊണ്ട് തന്നെ ഞാനത് അതത്ര വലിയ അപ്പൊ വിളിക്കണം എന്ന് പറഞ്ഞ പുള്ളി വിളിച്ചില്ല. സംഭവം അന്ന് ഞാനവിടെ ഉണ്ടല്ലോ, ഇനി ഇല്ലെങ്കിൽ നല്ല പ്രശ്നം. പക്ഷെ ഈ നാഗിങ് എന്ന് പറയണ, നാഗിങ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, നമ്മൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങോട്ട് എത്തിച്ചിരിക്കും. അപ്പോഴാണ് വൈഫ് അങ്ങോട്ട് കയറി വന്നിട്ട് ഡോക്ടറെ കയറി വന്നിട്ട് പറഞ്ഞു, എന്താ ഗിരീഷെ വിളിക്കാതിരുന്നത്, ഞാൻ പറഞ്ഞതല്ലേ നല്ല ദിവസം വിളിക്കണ. അപ്പൊ പുള്ളിക്ക് അത് മനസ്സിലായില്ല, ഇത് എന്താണ് ഈ പറയണേന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇത് ഈ പറഞ്ഞത് എവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചിട്ട് ഇത് നിർത്തുള്ളൂ എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ താഴത്തേക്ക് നോക്കി എഴുതിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല. അത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ സമർത്ഥിച്ചിട്ടേ അത് നിർത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് നോക്കിയിരുന്നപ്പോ മനസ്സിലായില്ലല്ലേ ഗിരീഷിനെ. അപ്പൊ ഇയാള് പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നി. അപ്പൊ ഇയാള് കൃത്യം അലൂമിനിയാണ്. അപ്പൊ അലൂമിനിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ സ്ലോനെസ്സും ഇതെല്ലാം അയാൾക്കുണ്ട്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, എടോ ഇയാൾക്ക് എങ്ങനെയാ മനസ്സിലായത്, അയാള് ഒക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അത് അയാൾ ഇങ്ങനെ ചൊളിച്ചിങ്ങനെ ഈ ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല പറഞ്ഞ, വിളിച്ചിട്ട് വേണം വരാനെന്ന് പറഞ്ഞപ്പോൾ അത് കുറെ സമയം ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചെന്ന്. വളരെ ശരിയാണത്. അപ്പൊ നമ്മൾ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇങ്ങനെ ഈ രീതിയിൽ കിട്ടാറുണ്ട്. കാരണം ഈ സമയത്ത് എന്തായി 9:43 ചർച്ചയിലേക്ക്. അല്ല ഡോക്ടറെ, ഒരു കാര്യം കൂടി, ദേവൻ ഡോക്ടറെ, അലൂമിനിയുടെ ഫസ്റ്റ് കേസ് പറഞ്ഞപ്പോ ബ്ലഡിന്റെ അത് പറഞ്ഞായിരുന്നു. അത് വേറെ കേസ്. അത് അലൂമിന എന്ന് പറയുന്ന അത് മറ്റേ ഭയങ്കര യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ട് വന്നൊരു കേസിൽ അവർക്ക് അലൂമിന മാത്രമല്ല കൊടുത്തത്, അലൂമിനയോടൊപ്പം അവർക്ക് പൈറോജൻ കൊടുത്തു. പൈറോജൻ കൊടുക്കാനുള്ള കാരണം അവർക്ക് ഭയങ്കര ഷെയ്ക്കിംഗ് ചിൽ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര കുളിരുണ്ടാവും ഡോക്ടറെ. അത് വിറയ്ക്കുന്ന ഷെയ്ക്കിംഗ് ചില്ലെന്ന് തന്നെ, അല്ലാതെ ചില്ല് എന്ന് കൊടുത്തിട്ട് കാര്യമില്ല, ഷേക്കിംഗ് ചില്ല്. അപ്പൊ ഷേക്കിംഗ് ചില്ല് ഇപ്പൊ ഞാൻ ഉടനെ അവരോട് ചോദിച്ചു, ഇങ്ങനെ കൃത്യമായ ഒരു ഇടവേളയിൽ ഇങ്ങനെ വരുന്നോണ്ട് ഞാൻ ചോദിച്ചു, പുറത്ത് വല്ലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ടോ, വല്ല മലേറിയ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, പക്ഷെ എനിക്ക് ടൈഫോയിഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ടൈഫോയിഡ് വന്നത് വളരെ സീരിയസ് ആയിപ്പോയി. മെഡിക്കൽ കോളേജിലായിരുന്നു, കോട്ടയത്ത് നിന്ന് വന്ന പേഷ്യന്റ് ആണ്, മെഡിക്കൽ കോളേജിലായിരുന്നു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അവർക്ക് ആദ്യം പല മലേറിയ പല അസുഖങ്ങൾ അവർ പറഞ്ഞു. ഇതെല്ലാം മരുന്ന് അവസാനം വളരെ സീരിയസ് ആയി പോയി. കുറെ നാള് അതിനുശേഷമാണ് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം തുടങ്ങിയത്. ഈ പറഞ്ഞ അപ്പൊ ഞാൻ അതിന് പൈറോജന കൊടുത്തത്. ഈ പൈറോജന പറയണ നെവർ വിൽ സിൻസ്, അതായത് കോൺവാൾസൻസ് എന്നുള്ള ഒരൊറ്റ റൂബ്രിക്സ് ആണ് അതിനകത്ത്. നെവർ വിൽ സിൻസ് ആഫ്റ്റർ ടൈഫോയിഡ്, ഷേക്കിംഗ് കില്ല്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പൈറോജനം തന്നെയാണ്. അപ്പൊ അതോടൊപ്പം അവർക്ക് അലൂമിനയും കൂടെ കൊടുത്തിട്ടുണ്ട്. അലൂമിന കൊടുക്കാനുള്ള കാര്യം അവരുടെ മറ്റു ലക്ഷണങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അലൂമിന കൊടുത്തത്. അതിന് ടെമ്പറമെന്റ് എന്നാണോ വിളിക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ട് അവർക്ക് കുറഞ്ഞു. ഇപ്പൊ അവര് വിളിച്ചു അപ്പൊ കുറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ബ്ലീഡിങ് ആയതുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. അവർക്ക് കുറഞ്ഞു, അവര് വിളിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇത് പെയിൻലെസ് ആയിരുന്നത് കൊണ്ട് ഞാൻ പില്ലിഫോളിയം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് ആക്ട് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർൽ ലൂയിസ് ഏജഡി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹനുമാന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം സൈന്യത്തിലെ മേജറായിരുന്നു. അവിടുന്ന് ഒരു അസുഖം മാറിയപ്പം അതിന്റെ സന്തോഷത്തില് ജോലി രാജിവെച്ച് ഹനുമാന്റെ കൂടെ സയൻസ് പഠിക്കാൻ വന്ന ശിഷ്യനായിരുന്നു അദ്ദേഹം. ഹനുമാൻ എഴുതിയ ഒരു കത്തുണ്ട്, പറ്റുന്നവർ ആ ലൈഫ് ആൻഡ് ലെറ്റേഴ്സിൽ ആ കത്തൊന്ന് വായിച്ചു നോക്കിയ. അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, പിന്നെ ഞാൻ ഈ പറയുന്നതിന്റെ ആത്മാർത്ഥം മാത്രം നിങ്ങൾ എടുത്താൽ മതി. എനിക്ക് വേണമെങ്കിൽ ഇത് ഞാനെല്ലാം ഒരൊറ്റ ഇത് മാത്രം കൊണ്ട് മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാതിരിക്കുന്നത് നിങ്ങളും അങ്ങനെ
ഉണ്ട്, ഒറ്റ മെഡിസിനിൽ പലപ്പോഴും മാറാറുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാ കേസുകളിലും അങ്ങനെ മാറണമെന്നില്ല. ഹനുമാൻ ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ ലൈഫ് ആൻഡ് ലെറ്റേഴ്സ് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, പൊളിറ്റിക്സ്, ഇതൊക്കെ ഇതിനകത്ത് കുറെ ഘടകങ്ങളാണ്. അപ്പോ പിന്നെ ഇതെല്ലാം കൂടി ഇപ്പൊ കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത് ഇത് ഓരോ മെഡിസിന്റെയും ഓരോ പ്രത്യേകത. ഇപ്പം സൾഫർ തന്നെ ഇപ്പം മുഴുവൻ പറഞ്ഞു തീർന്നില്ല. സൾഫറിന്റെ ഫിലോസഫിക്കൽ ആറ്റിറ്റ്യൂഡ്, സൾഫറിന്റെ ഒരു പ്രത്യേകതയാണ് തിയറൈസിങ് എന്ന് പറയുന്നത്. ഈ തിയറൈസിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ശരിക്കും അവര് റിയൽ വേൾഡിൽ നിന്നും അവര് വളരെ ദൂരെയായി. അവര് ഒരു 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 സാങ്കല്പിക ലോകത്തായിരിക്കും. അവര് എയർ കാസൽസ്, ആകാശ കൊട്ടാരങ്ങൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. എന്നോടൊരു പേഷ്യന്റ് നേരിട്ട് പറഞ്ഞാണ് 10 വർഷം ഇനി വരാൻ പോകുന്ന കാര്യം വരെ ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മേക്ക് പ്ലാൻസ് എന്നുള്ളത് ഇതൊക്കെ നമുക്ക് കേസ് എടുക്കുമ്പോൾ കിട്ടത്തില്ല. അത് സൾഫർ ആണെന്ന് നമ്മള് ഞാൻ എലിമിനേറ്റിംഗ് സിംറ്റം ആയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കാറ്. അല്ലാതെ ഒരാളോട് ഒരു ടേസ്റ്റ് എങ്ങനെ എന്നൊക്കെ ചോദിക്കണം എന്നുള്ള തിയറിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ടേസ്റ്റ് എങ്ങനെയെന്നൊന്നും അല്ല ചോദിക്കേണ്ടത്, ശരിക്കും നല്ല ദാഹം ഉണ്ടോ എന്ന് തന്നെ ഞാൻ ചോദിക്കാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ കുറെ മെഡിസിൻ അങ്ങ് കട്ട് ചെയ്യും. അത് ഞാൻ അവിടെയൊക്കെ എലിമിനേറ്റിംഗ് സിംറ്റം ആയിട്ടാണ് മട്ട ഇഷ്ടമില്ല, തല വിയർക്കുന്നു, ഇല്ലെങ്കിൽ കൽക്കേറിയയിലേക്ക് പിന്നെ ചിന്തിക്കാറില്ല. അപ്പോ ഇതൊക്കെ ഞാൻ എലിമിനേറ്റിംഗ് സിംറ്റം ആയിട്ടാണ് കഴിയുന്നത്. ഈ സൾഫറിന്റെ കാര്യത്തിലും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിയറൈസിങ് എന്ന് പറയുന്നത് ഇപ്പം ഒരാള് വന്നിട്ട് നമ്മളോട് അവിടെ വേദന, ഇവിടെ വേദന, ഇതെല്ലാം എനിക്ക് ഇന്ന അസുഖം കൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തിയറൈസിങ് ആണോ സംശയിക്കണം. അപ്പൊ പോലും അയാൾക്ക് നേരത്തെ അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഇതിനാണ് ഹിസ്റ്ററി എടുക്കണം. മെഡിക്കൽ ഹിസ്റ്ററി വേറെടുത്ത് ചെന്നപ്പോൾ ഒരു ഡോക്ടറാണോ പറഞ്ഞു കൊടുത്തെങ്കിൽ അത് തിയറൈസിങ് അല്ലല്ലോ. അത് ആ ഡോക്ടർ പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് അയാൾ നമ്മളോട് എന്ന് പറയുന്നത്. അയാൾ സ്വന്തമായിട്ട് തിയറൈസ് ചെയ്യുന്ന അല്ല അത്. അപ്പൊ അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആവണം എന്ന് മാത്രമാണ് എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. പിന്നെ ഓരോ മെഡിസിനും ഇതുപോലെ ചില വൈറ്റൽ ക്ലൂ പോയിന്റ്സ് വെച്ച് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ കേസുകളിലും ഒന്നല്ല, പറ്റാറുണ്ട്. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോ പണ്ട് ഞാൻ ഫേസ്ബുക്കില് നമ്മുടെ ISKയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പില് ഒന്ന് ഞാൻ ഗുരുവായിട്ട് കൂട്ടുന്ന ആളാണ് രാമകൃഷ്ണൻ ഡോക്ടർ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉടനെ മരുന്ന് പറയും. അങ്ങനെ കേരളത്തിലെമ്പാടുമുള്ള പല ഡോക്ടർമാരും അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം അതിനെ വിമർശിച്ചുകൊണ്ടൊരു ഡോക്ടർ ഒരു ഇത് എഴുതി. അപ്പൊ എനിക്കത് ഇതൊക്കെ എന്തോ പെട്ടെന്ന് നിർത്തണേ ഡോക്ടർ. ഇനി കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അത് ധനേഷ് ഡോക്ടറൊക്കെ കണ്ടതാ, ലൈക്ക് ചെയ്തതാ. അപ്പൊ ഇങ്ങനെ കേസ് ഇങ്ങനെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ വയ്യാവോ, തെറ്റാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഉടനെ ആർട്ടിക്കിൾ എഴുതി. ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ട് ആന്റിൻപാർട്ട് എങ്ങനെയാ ശ്വസിക്കണം അതിന്റെ വീഡിയോ സഹിതം ഞാൻ ഇട്ടു. വീഡിയോ സഹിതം ഇട്ടിട്ട് ഇവിടെ നമ്മൾ കൂടുതൽ സിംറ്റം ചോദിക്കണ്ട, അവിടെ ആ വീഡിയോ തപ്പി കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അത് ധനേഷ് ഡോക്ടർ അറിയാം. അപ്പൊ അതിന് ഭയങ്കര ലൈക്കായിരുന്നു. 300 പേര് ആളങ്ങോട്ട് പോയി ലൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനും ഒന്ന് പൊങ്ങി. ഞാൻ ഉടനെ അടുത്തത് മറ്റേ കോളിക്കുലർ ടോൺസിലൈറ്റിസിന്റെ ഫോട്ടോ ഇട്ട് ഞാൻ പറഞ്ഞു ഇവിടെ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, ഡോക്ടർ എടുത്ത് നോക്കാം, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഗ്നേഷ്യ, ഐലാന്തസ് ഇങ്ങനെയുള്ള മെഡിസിൻസ് ഉണ്ട് കാലി. അപ്പം ഇത് അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തതായപ്പോഴത്തേക്ക് ലൈക്ക് തീരെ കുറഞ്ഞു. ലൈക്ക് തീരെ കുറയുക മാത്രമല്ല, വേറൊരു ഡോക്ടർക്ക് അതിനകത്ത് ഗ്രൂപ്പ് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, അയാൾക്ക് വേറെ ഒരു നിസ്സാര കാര്യത്തിന് ഭയങ്കര ലൈക്ക്. അപ്പൊ ഞാൻ അന്നത്തോട് എടുത്തു നിർത്തി. ഞാൻ പറഞ്ഞത് ഇത് ഒരു അവസരം കിട്ടിയാൽ ചിലപ്പോ ഞാൻ പറയും, അത് എന്റെ മൂഡ് പോലെ ഇരിക്കും. അങ്ങനെ ഇതുപോലെ ഓരോന്നിന്റെ ഫോട്ടോ സഹിതം നമ്മൾക്ക് ചിലപ്പം ഈ സൾഫർ തന്നെ, സൾഫറിന്റെ ഫോർവേഡിലുള്ള കോമഡി ആ ഒരു മുഖക്കുരു പോലത്തെ ഇങ്ങനത്തെ കുരുവുണ്ടല്ലോ, അതൊരു ഫോട്ടോ സഹിതം അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യമൊന്നും ചോദിക്കേണ്ടി വരത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യം മറ്റൊരു സിംറ്റത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റൊരു മെഡിസിനിലേക്ക് പോകാനുള്ള മറ്റ് സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കണം. ഇതൊക്കെ ഒരു എളുപ്പ വഴികൾ മാത്രമാണ്. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ചർച്ചയെന്ന് പേര് വെച്ചിട്ട് ചർച്ചയ്ക്കുള്ള സമയം അതിക്രമിച്ച്. അല്ല, ഇപ്പൊ തന്നെ ശ്രീധരക്കുറുപ്പ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കുള്ള ഒരു അഭിപ്രായം പറയാനുള്ളത്,
സാധാരണ ദേവൻ ഡോക്ടറുടെ ഒരു ഇത് ക്ലാസ് വെക്കുമ്പോൾ സബ്ജക്റ്റിൽ നിന്ന് വളരെ ഡീവിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്ക് ദേവൻ ഡോക്ടറോടൊപ്പം ഇന്നങ്ങനെ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് ടേക്കിംഗ് എന്നുള്ള ആ ഒരു ഇതിന്റെ ഡോക്ടറുടെ രീതിയിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രീധരക്കുറുപ്പ് സാറിനോട് സംസാരിക്കാവുന്നതാണ് സാറിന്. കേക്കാമോ? കേൾക്കാം. ഡോക്ടർ മ്യൂട്ട് ആയിപ്പോയല്ലോ സാർ. സാർ കേൾക്കാൻ സാധിക്കും? അങ്ങനെ ഒരു വ്യത്യസ്തനാണ് ഞാൻ. താങ്കളെ തിരിച്ചറിഞ്ഞത് 2000-നും 2005-നും ഇടയ്ക്ക് കോട്ടയത്ത് വെച്ചൊരു ട്രെയിനേഴ്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഡോക്ടർ ദേവൻ ഡോക്ടർ ഞാനും ഉണ്ടായിരുന്നു. എതിരായിപ്പം പലരും അവിടെ ഇരുന്നവർ അതിന് എതിരായിട്ട് സംസാരിച്ചു. ഞാൻ അതിനെ അനുകൂലിച്ചു. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ, ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങേറ്റത്തെ ബഹുമാനവും സ്നേഹവും ഉണ്ട്. പിന്നെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും. പക്ഷേ എൻ്റെ അഭിപ്രായം പറയാനുള്ളത് ഞാൻ എവിടെയും തുറന്നു പറയും. അതുകൊണ്ട് പലർക്കും ഈ പണ്ടാരാണ്ട് പറഞ്ഞ മാതിരി ഈ അപ്രീതി സത്യങ്ങൾ പറയുന്ന ആളോട് ചിലപ്പം വെറുപ്പുകൾ തോന്നാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇപ്പം അതിന് മാറി. കാരണം പ്രായമില്ല, കുറച്ചൊക്കെ ചിന്തിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം നമുക്ക് എതിർത്ത കൂടുതൽ വരുള്ളൂ. അതുകൊണ്ട് ഞാനതിൽ നിന്ന് കുറച്ചൊക്കെ മാറി. എങ്കിലും എൻ്റെ ആ ഫണ്ടമെന്റലും തിയറി മാറ്റാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തുറന്നു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിംഗിൾ റൈഡിൽ എപ്പോഴും കുറയണമെന്ന് നിർബന്ധമില്ല. സാർ ഇടയ്ക്ക് വോയിസ് പോകുന്നുണ്ട്, കട്ടാവുന്നുണ്ട്. എന്നാ നിർത്തിക്കോട്ടെ. എന്നാ പിന്നെ സമയം കിട്ടിയ വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഇവിടുത്തെ വല്ല തകരാറും ആയിരിക്കാം. കേക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. എന്നാലും ഹനുമാന്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിയപ്പോൾ ഹനുമാൻ തന്നെ ഒരു ദിവസം 12 മരുന്ന് മാറിക്കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ ഹനുമാൻ 12 മരുന്ന്? അത്രയ്ക്ക് ഹനുമാൻ ഫൗണ്ടറിന്റെ ഇതിന്റെ എല്ലാം തലവനല്ലേ. പുള്ളിക്ക് ഒരു മരുന്നെന്ന് കൊടുത്താൽ മതിയായിരുന്നല്ലേ. എന്തിനാ 12 മരുന്ന് മാറിക്കൊടുത്തു ഒരേ കേസിൽ ഒരു ദിവസം തന്നെ? കാരണം ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റാം. തെറ്റുപറ്റിയാൽ കറക്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഹോമിയോപ്പതി ഈ ഇൻഡിവിജ്വലൈസ് ആയിട്ട് ഡോക്ടറിന്റെ ഇൻഡിവിജ്വലൈസേഷൻ ഉണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. ചിലർ സിംഗിൾ റെമഡി, ചിലര് പിന്നെ പ്രഫുൾ എന്നാ അങ്ങനെ പേര് മറന്നുപോയി. പ്രഫുൾ കൂട്ടിയാണ് പുള്ളിയുടെ പേര്. മരിച്ചുപോയ ആളുണ്ടല്ലോ, പ്രഫുൾ വിജയക്കർ. ചിലര് പിന്നെ ഷെഗാഡ് മെത്തേഡ്, ചിലര് രാജൻ ശങ്കരം മെത്തേഡ്, ചിലര് വിതോൾക്കാസ് മെത്തേഡ്. ഇങ്ങനെയൊക്കെ പല പല മെത്തേഡുകൾ. പണ്ടൊക്കെ ഒരു മെത്തേഡ് ഉണ്ടാകും, ഒരു മെത്തേഡ്. ഞാൻ അത് തന്നെയാണ് ഇന്നും പോളായത്. ബാക്കിയുള്ളതൊക്കെ പലതും ശ്രമിച്ചു നോക്കിയിട്ട് ഞാനും പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ പിന്നെ എന്റേതായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. അതിപ്പോ ഡോക്ടർ ദേവൻ ഡോക്ടർ പറഞ്ഞ മാതിരി ഒരു ചെറിയ ഇപ്പം ഡോക്ടർ ദേവൻ ഡോക്ടറുടെ പോവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എറണാകുളത്തൂടെ ബസ്സിലിരുന്നാലും പിന്നെ ട്രെയിനിലിരുന്നാലും സൈഡിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്കറിയാവുന്നത് കൊണ്ട്. എന്ന് പറഞ്ഞോട്ട് മെറ്റിയാമൊഴിക്കായി ശരിക്കറിയാമെങ്കിൽ നമ്മൾ അതിന്റെ ചില ഇപ്പം ഡോക്ടർ രാജേശ്വരി വഴിയെ കൂടെ എങ്ങാനും പോയെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ ഡോക്ടർ ദേവന് മനസ്സിലാകുമെന്നാണ് എനിക്ക് വന്നത്. അതുപോലെ ദേവൻ പോയാലും ഡോക്ടർ രാജേശ്വരിക്കും മനസ്സിലാകും. കാരണം അടുപ്പം കൊണ്ടും ഉടപ്പം കൊണ്ടും. അങ്ങനെ നമ്മൾ മെറ്റിയാമൊഴിക്ക ശരിക്കും പഠിച്ചാൽ പിന്നെ വേണം ഡൗട്ടുള്ള കേസുകളിലും സീരിയസ് ആയിട്ടുള്ള കേസുകളിലും വളരെ ഡീറ്റെയിൽസ് ആയിട്ട് സമയം പോയി 5 മിനിറ്റ് കൂടെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു എന്നെ വിളിച്ചതിനും. അതുപോലെ ഇനിയും ഒരു മോണിറ്ററോട് നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഇനിയും വരിക. മോസ്റ്റ് വെൽക്കം. താങ്ക് യു. ഓക്കെ ഡോക്ടർ, നന്നായിരുന്നു.
ഡോക്ടർ ഒന്നും പറഞ്ഞില്ലെന്ന് പറയണ്ട. വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസ് ടേക്കിങ്ങും ഇതും ചർച്ചകളുമാണ്. കൊള്ളാം. താങ്ക് യു വെരി മച്ച്. കം അഗെയിൻ. താങ്ക് യു സർ. താങ്ക് ഹ്യൂബർട്ട് ഡോക്ടർ. ഹലോ, കേക്കാവോ? കേൾക്കാം സർ. വളരെ ഏതായിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്ന് അങ്ങ് കലക്കുകയായിരുന്നു. ആ, ദേവൻ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറയാം. അത് ദേവൻ ഡോക്ടറിന് ഭയങ്കര അറിവാണ്. വളരെ എല്ലാ കാര്യത്തിലും വളരെ ആഴത്തിലുള്ള അറിവുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കാര്യം ഇങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി വരും. അയ്യോ, അതും കൂടെ പറഞ്ഞില്ലെങ്കിലോ. ഈ ഒരു ത്വര ഉള്ളില് നിറഞ്ഞു വരുന്നത് കൊണ്ടാണ്. അത് ഈ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റത് ഓർമ്മ വരും. അയ്യോ, അതിനും പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, എല്ലാം കൂടെ പറയണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കും. അത് എനിക്ക് തോന്നുന്നു അതൊന്ന് പയ്യെ ഒന്ന് റെഡിയാക്കണം. കാരണം ഒന്ന് പറഞ്ഞ് തീർന്നതിന് ശേഷം അടുത്ത നമ്മളിപ്പോഴേ നമുക്ക് സമയമുണ്ട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് സമയം കുറച്ചേ ഉള്ളൂ എന്ന്. ഒരു കാര്യം പൂർണ്ണമായിട്ട് പറഞ്ഞു തീർന്നതിന് ശേഷം, കഴിയുന്നതും പൂർണ്ണമായിട്ട് പറഞ്ഞു തീർന്നതിന് ശേഷം അടുത്തതിലോട്ട് കിടക്കുക. അത് അപ്പോഴെനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ചിലപ്പോൾ നമ്പർ ഇട്ട് വെച്ചാൽ നന്നായിരിക്കും. നമ്മൾക്കിപ്പോൾ പ്ലാനൊന്നും കാണത്തില്ല. ഇതൊക്കെ വന്ന് കയറി നേരെ തുടങ്ങുന്നതാണ്. പ്ലാനൊന്നും കാണത്തില്ല. എന്നിരുന്നാലും ഒരു പ്ലാന് ഇത് പൂർത്തിയാക്കിയിട്ട് അടുത്തിലോട്ട് പോവുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന അതിൻ്റെ ബാക്കി എന്താണെന്ന് കേൾക്കാതിരിക്കുമ്പോഴായിരിക്കും ഡോക്ടറിന് വേറെ ഒരു ആശയം വന്നിട്ട് നേരെ അങ്ങോട്ട് ചാടിപ്പോകുന്നത്. അപ്പം അതൊന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ കൂടെ ചെയ്തിരുന്നാൽ നമുക്ക് സമയമുണ്ട്. നമ്മൾ ധൃതിപ്പെടുന്ന കാര്യമില്ല. എല്ലാം പൂർത്തിയായിട്ട് ഓരോന്ന് തീർത്ത് പോവുക. ഇതാണ് പറയാനുള്ളത്. അത് ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ കൂടുതലും കൊണ്ടാണ്. അപ്പോൾ അതും ഒന്ന് ക്രമപ്പെടുത്തിയാൽ കുറച്ചുകൂടെ ഞങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ജിജ്ഞാസ കുറയും. താങ്ക് യു ഡോക്ടർ. രണ്ടുപേരും നന്നായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ, എനിക്ക് ശരിക്കും നല്ല അനുഭവങ്ങളുണ്ട്. അതൊക്കെ അത് എനിക്ക് തോന്നുന്നത് എഴുതി വെക്കുന്നത് കുറച്ച് നന്നായിരിക്കും. കുറച്ച് ഈ ഡോക്ടർ ഈ ഡോക്ടർ എഴുത്തുകാരനാണല്ലോ. അപ്പോൾ എഴുതി തീരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് കുറേ അങ്ങ് പോവും. ഈ OV വിജയൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു നോവല്, പുള്ളിയുടെ നോവല് കണ്ടു തീർന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞ് ഇത് നമുക്ക്, കാരണം എല്ലാം കൂടെ പുള്ളി പറഞ്ഞ് എല്ലാം കൂടെ എൻ്റെ ഉള്ളിൽ കയറിയതെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് പത്രത്തിലോട്ട് ആക്കിയതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു. അപ്പം അത് ഡോക്ടർ ഒന്ന് അത് എഴുതാൽ കുറേ നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ചങ്ങ് ഇതിലോട്ട് വരും. താങ്ക് യു. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഓക്കെ, അതാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ശ്രീധരകുറുപ്പ് സാറ് പറഞ്ഞ വ്യത്യസ്തനായത്. ഓക്കെ, താങ്ക് യു. അതെ, എഴുതി വെക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളയത്തിൽ നിൽക്കേണ്ട, വളയം ഇല്ലാതെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രമിക്കാം, എഴുതാൻ ശ്രമിക്കാം. എഴുതുന്നതെല്ലാം ഞാനാണേ, പക്ഷെ എഴുത്ത് അവസാനിക്കാറില്ല. പറഞ്ഞുകൊണ്ട് ഐഡിയാസ് വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ എങ്ങനെങ്കിലും അത് എഴുത്ത് അവസാനിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എണീറ്റ് പോവുകയാണ് ചെയ്യാറ്. അതാണ് നടക്കുന്നത്. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ. അതെ, തീർച്ചയായും വളരെ വ്യത്യസ്തമായ രീതിയിലാണെന്ന് കേസ് ടേക്കിംഗ് ആയത് വിഷയമെങ്കിലും ഡോക്ടർ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, പലരും ഈ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതി കുറച്ച് പറയാം. അപ്പൊ അത് പറഞ്ഞ അതിനോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളിലോട്ടൊക്കെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഡോക്ടറുടെ ഒരു രീതിയാണ്, എപ്പോഴും അങ്ങനെ പോവുകയും. പക്ഷെ അതുകൊണ്ട് നഷ്ടം നമുക്കൊന്നുമില്ല. കാരണം നേട്ടങ്ങൾ മാത്രമാണ്. കുറേ മെഡിസിൻ്റെ ഉപയോഗങ്ങളും അതെങ്ങനെയൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ പ്രയോഗിക്കാവുന്ന ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സെഷനായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ശ്രീധരകുറുപ്പ് സാറിന്റെ പ്രസന്റേഷൻ മുഴുവൻ ഡോക്ടർ കേട്ടെന്നും പറഞ്ഞു. അപ്പൊ അത് എല്ലാം മനസ്സിലാക്കി നമുക്ക് ബോറടി വരാതിരിക്കാൻ വേണ്ടി വേറൊരു രീതിയിലോട്ട് ഡോക്ടർ അത് മാറ്റിയതേ ഉള്ളു. നേരെ മറിച്ച് നമ്മൾ വേറെ ആരുടെയും വെക്കാതെ ഡോക്ടറുടെ മാത്രം വെക്കുമ്പോൾ ആ രീതിയിൽ വരും. അപ്പൊ എന്തായാലും അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് ഹോമിയോപ്പതി പഠിക്കുന്നതിനുള്ള വിവിധ വഴികളും അതിനുള്ള സാധ്യതകളും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചുള്ള ഡോക്ടറുടെ അനുഭവങ്ങളുമാണ് നമുക്ക് പങ്കിട്ടത്. തീർച്ചയായും ഇതൊരു നല്ല സെഷൻ തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള സെഷനുകളുമായിട്ട് എല്ലാ ഡോക്ടർ എത്തണം. അതിന് പുതിയ പുതിയ വിഷയങ്ങൾ രാജേശ്വരി ഡോക്ടർ കണ്ടുപിടിച്ച് പറയുകയും ചെയ്യണം. അപ്പൊ ഡോക്ടർ അതങ്ങ് വന്നോളും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ദേവൻ ഡോക്ടർക്ക് നന്ദിയും കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലോ എന്ന് കരുതിയാണ്. ഞാൻ സാധാരണ പറയുമ്പോൾ പറയാറുണ്ട് സമയം നോക്കിയിട്ട്. ഇന്ന് ഞാൻ പറയാഞ്ഞത് മനഃപൂർവ്വമാണ്.
ആരെങ്കിലും ഒരാൾ കൂടെ ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. അപ്പൊ തീർച്ചയായും ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും IFBSന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് പുതുതായി മോഡറേഷൻ ഏറ്റെടുത്ത രാജേശ്വരി ഡോക്ടർക്കും ഇന്നത്തെ വിഭവസമൃദ്ധമായ ഒരു ഡിന്നർ തന്ന ദേവൻ ഡോക്ടർക്കും എൻ്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഏതായിരുന്നാലും ഇതൊരു ചരിത്രമാണ്. ഒരു ഭാര്യയും ഭർത്താവും രംഗത്ത് മോഡറേറ്ററാവുകയും മറ്റാൾ ടോക്കുകയും ലോക ചരിത്രത്തിൽ ഒന്നായിരിക്കും. നിങ്ങളെ ദമ്പതികളുടെ നല്ലൊരു കൂട്ടായ്മ. നന്ദി. നന്ദി. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും നന്ദി.